എന്താ പറയുന്നത്? വിഹാൻ സാറിനെ അറിയിക്കേണ്ടതാണോ? SI മുഖം ചൊളിച്ച് ചോദിച്ചപ്പോൾ ശ്രീ തല കുലുക്കി. എനിക്ക് വേണ്ടി വിവാഹം പോലും കഴിക്കാതെ ജീവിച്ചതാ ഏട്ടൻ. ഒന്നിച്ചൊരു ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഏട്ടനെ വിവരം അറിയിച്ച യാത്ര മതിയാക്കി തിരിച്ചു പോരും. അരുണിക്ക് അത് വലിയ വിഷമം ഉണ്ടാക്കും. എത്രയൊക്കെ പറഞ്ഞാലും അവളും ഒരുപാട് ആഗ്രഹിച്ചു പോയതാ. വേണ്ട സർ, ഇതെൻ്റെ അപേക്ഷയായി കൂട്ടിക്കോളൂ. വിച്ചു കൈകൂപ്പി പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. 2 ദിവസം അകത്ത് കിടത്തിയിട്ട് വിട്ടാൽ മതിയെന്ന് SI PC-യോട് പറഞ്ഞു. വിച്ചുവിന് ഇനിയും കേസിൻ്റെ പുറകെ പോകാൻ വയ്യെന്ന് പറഞ്ഞപ്പോൾ ശ്രീ സമ്മതിച്ചു. പക്ഷേ പോലീസ് സ്വമേധയാ കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. മായയുടെ അച്ഛൻ അവളെ വെറുപ്പോടെ നോക്കി. പുറകെ വേറെ കേസുകൂടി മായയുടെ പുറകെ വരുന്നുണ്ടെന്ന് അച്ഛനും മകളും അറിഞ്ഞില്ല. കാലം തിരിച്ചടി നൽകി തുടങ്ങിയെന്ന തിരിച്ചറിവ് വരാതെ വിച്ചുവിനെ കൊല്ലാൻ നോക്കിയ നിമിഷത്തെ അവൾ സ്വയം പഴിച്ചു. പാതിരാത്രി കണ്ണുനീരോടെ പടിയിറങ്ങിപ്പോയൊരു പെണ്ണിൻ്റെ ശാപമാണിതെന്ന് അവളുടെ അച്ഛൻ ഭയത്തോടെ ഓർത്തു. വീട്ടിലെത്തിയ ആദർശ് കതക് ചവിട്ടി തുറന്ന് സോഫയിൽ വന്ന് ദേഷ്യത്തോടെ ഇരുന്നു. മാധവി ശബ്ദം കേട്ട് തിരിഞ്ഞ് അവനെ നോക്കി. കതകെല്ലാം ചവിട്ടി പൊട്ടിക്കുന്നതാ, നിന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടൊന്നുമല്ല. ഞാൻ കഷ്ടപ്പെട്ട്. ഊക്കോടെ ആദർശ് ഫ്ലവർ വേസ് എടുത്ത് നിലത്തടിച്ചു. മാധവി പകപ്പോടെ അവനെ നോക്കി. മിണ്ടരുത് നിങ്ങൾ. അച്ഛനുണ്ടാക്കിയ വീട് തന്നെയാ. ചോര നീരാക്കി എൻ്റെ അച്ഛൻ ഒരു ജന്മം കൊണ്ടുണ്ടാക്കിയതും 12 കഴിഞ്ഞ് ആദ്യേട്ടൻ കഷ്ടപ്പെട്ട് കൂലി വേജ ചെയ്തതും കെട്ടിപ്പൊക്കിയ വീടായത്. അല്ലാതെ നിങ്ങൾ എന്ത് മലമറിച്ചെന്നാ? വാ തുറന്ന മക്കളൊന്നു പോലും നോക്കാതെ പ്രാകാനും പരദൂഷണം പറയാനും കഴിവുള്ള നിങ്ങൾ ഇനി കഷ്ടപ്പാടിൻ്റെ കണക്ക് പറയരുത്. എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയതുപോലെ ആദ്യേട്ടനോട് കാണിച്ചാ നിങ്ങൾ വിവരം അറിയും. മാധവി അവനെ നോക്കി ഉത്തരം മുട്ടി നിന്നു. നിനക്കെന്താടാ, ഭ്രാന്തായോ? അതെ, ഭ്രാന്ത് തന്നെയാ. പെറ്റമ്മയെ ഭാര്യയെക്കാളും സ്നേഹിച്ച എനിക്ക് ഭ്രാന്ത് തന്നെയാ. നിങ്ങൾക്കൊക്കെ കൂടി വലിച്ചു പുറത്താക്കിയ എൻ്റെ പെണ്ണില്ലേ, അവളെ ഇന്ന് നിങ്ങളുടെ സീമന്തപുത്രിയും അച്ഛനും കൂടി കാറ് കയറ്റി കൊല്ലാൻ നോക്കി. പുന്നാര അനിയനും മോളും ഇപ്പോൾ സ്റ്റേഷനിലുണ്ട്. പോയി കൂട്ടിക്കൊണ്ടു വാ. ആദർശ് പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് സോഫയിലേക്കിരുന്നു. മാധവി നെഞ്ചത്തടിച്ച് സോഫയിലിരുന്നു. അയ്യോ, എന്തൊക്കെയാ കേൾക്കുന്നേ? മായ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയത്? പോയി ഇറക്കിക്കൊണ്ട് വാടാ. എൻ്റെ അമ്മായിപ്പനല്ല പോലീസ്. അവൾ ചെയ്തതിനുള്ള ഫലം അവൾക്ക് കിട്ടി. ആരായാലും ചെയ്തു കൂട്ടിയതിനൊക്കെ അനുഭവിച്ചിട്ടേ ഈ ഭൂമിയിൽ നിന്ന് പോവൂ. നിങ്ങളും കൂടി ഓർത്തോ. മാധവി ഉമ്മിനീരിറക്കി അവനെ നോക്കി. പിന്നെ എൻ്റെ പുന്നാരെ അമ്മ അറിയാൻ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഇവിടെ ഇട്ട് വളർത്തി വലുതാക്കിയ മായമോള്, അവളെ ആദ്യം കെട്ടിയവന് മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ കുഞ്ഞിനെ വരെ വയറ്റി വെച്ച് കൊന്നിട്ടാ അവളിങ്ങോട്ട് പോകുന്നത്. നല്ല ബെസ്റ്റ് അനന്തരവൾ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി മേലിൽ അവളുമായി നിങ്ങൾ ബന്ധം സ്ഥാപിച്ചാലോ എൻ്റെ ഭാര്യാസ്ഥാനത്തേക്ക് കൂട്ടാനോ ശ്രമിച്ചാൽ ആദ്യേട്ടൻ പോയതുപോലെ ഞാനും അങ്ങ് പോവും. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് ജീവിച്ചാൽ മതി. ഒറ്റയ്ക്ക് കഴിയാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്ക് ഇപ്പോഴേ ഉണ്ടല്ലോ. അവരെ നോക്കി വെറുപ്പോടെ പറഞ്ഞുകൊണ്ട് ആദർശ് അവൻ്റെ റൂമിൽ കയറി വാതിലടച്ചു. മാധവി തളർച്ചയോടെ ഇരുന്നു പോയി. കേട്ട വാക്കുകൾ ഓരോന്നും അവരെ അത്രമേൽ തളർത്തിയിരുന്നു. ആരൂട്ടിനൊപ്പം ബീച്ചിലിരിക്കുകയായിരുന്നു വിച്ചുവും ശ്രീയും. അവളുടെ മനസ്സൊന്ന് ശാന്തമാകാൻ ആരൂട്ടിനേക്കാൾ വലിയ ഔഷധം വേറെയില്ല. സിമൻ്റ് ബെഞ്ചിൽ ആരൂട്ടൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുകയായിരുന്നു അവർ രണ്ടുപേരും. വിച്ചു ശ്രീയുടെ ചുമലിലേക്ക് ചാരിയിരുന്നപ്പോൾ ശ്രീ ഞെട്ടി അവളെ നോക്കി. നമുക്ക് ഒന്നിക്കാം ശ്രീ. കരയെ ചുംബിച്ചു മടങ്ങുന്ന തിരമാലകളിലേക്ക് നോക്കി വിച്ചു പറഞ്ഞപ്പോൾ കേട്ടത് സത്യമാണോ മിഥ്യയാണോ എന്നറിയാതെ ശ്രീ അവളെ നോക്കി. മാഞ്ഞു തുടങ്ങിയ മഞ്ഞു കണങ്ങളിൽ സൂര്യൻ അവസാന ചുംബനവും ചേർത്ത് വിടവാങ്ങുമ്പോൾ ഇല എപ്പോഴോ പരിഭവം പറഞ്ഞു. ഇത്ര നേരവും നിന്നെ കാത്തിരുന്ന എന്നെ എന്തേ നീ കാണാതെ പോയി? നിന്നെപ്പോലെ വെട്ടിത്തിളങ്ങുന്നത് കൊണ്ടല്ലേ മഞ്ഞുതുള്ളി പോലും നിനക്ക് പ്രിയപ്പെട്ടവളായത്? സ്വാതി നിനക്ക് മഞ്ഞുതുള്ളിയായിരുന്നോ ശ്രീ? അതുകൊണ്ടാണോ നിന്റെ നെഞ്ചിൽ ഇപ്പോഴും നേർത്തൊരു വിങ്ങൽ അവശേഷിക്കുന്നത്? ശ്രീയുടെ നെഞ്ചിൽ കൈ അമർത്തി വിച്ചു ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം പറയാനാവാതെ ശ്രീ ചലനമറ്റു നിന്നു. അവളെൻ്റെ പാതിയായിരുന്നു വിച്ചു. എൻ്റെ ജീവനെ ഉദരത്തിലേറിയ എൻ്റെ താലിയുടെ അവകാശിയായിരുന്നു. നിനക്കായി ഞാൻ കാത്തുവെച്ച എൻ്റെ ശുദ്ധി ഏറ്റുവാങ്ങിയവൾ. ഇടയ്ക്കെപ്പോഴോ എന്നിലെ പ്രണയം പോലും പകുത്തു നൽകിയവൾ. അവൾ എൻ്റെ ഹൃദയത്തിലാണ് വിച്ചു. പക്ഷേ നിന്നോട് അവൾ നടത്തിയ അഭ്യർത്ഥന, ഭീഷണി ഇതൊക്കെ അറിഞ്ഞ നിമിഷം എവിടെയോ ആ ചിത്രങ്ങൾക്ക് മങ്ങലേറ്റുപോയി. പക്ഷേ ഹൃദയത്തിൽ നിന്നും അവളെ ഞാൻ ഒരിക്കലും ഇറക്കി വിടില്ല.
കണ്ണുകളിൽ ഉരുട്ടുകൂടിയ നീർത്തുള്ളികൾ ഇടം കൈയാൽ തുടച്ചു മാറ്റുമ്പോൾ വിച്ചുവിൻ്റെ കൈകൾ അവൻ്റെ കൈവിരലുകളിൽ മുറുകിയിരുന്നു. താലിബന്ധനം അങ്ങനെയാണ് ശ്രീ. അതിൻ്റെ ശക്തി ഒരു വ്യക്തിയെ നമ്മളിലേക്ക് പറിച്ചു വയ്ക്കുന്നു. എത്രയൊക്കെ നിഷേധിച്ചാലും അവരോട് തോന്നിപ്പോകുന്ന സ്നേഹവും കടമയും നമുക്ക് മറക്കാനാവില്ലല്ലോ. അവളുടെ വാത്സല്യത്തിൻ്റെ ചൂടുപറ്റി മടിയിൽ ഉറങ്ങിക്കിടന്ന ആരൂട്ടൻ ഒന്നുകൂടി കുറുകിക്കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. പണ്ടെങ്ങോ വരച്ചു ചേർത്തൊരു ചിത്രം അവളുടെ ഉള്ളൊന്ന് തണുപ്പിനാൽ കുതിർന്നു. ശ്രീ, എനിക്കായി മാത്രം നീ വീണ്ടും വന്നു. 2 ദിവസം കഴിഞ്ഞ് വർദ്ധിച്ച ദേഷ്യത്തിൽ പടികേറി വന്നവൻ ദേഷ്യത്തിൽ ബാഗ് വലിച്ചെറിഞ്ഞ് വിച്ചുവിൻ്റെ റൂമിലേക്ക് പോയി. അരുണി കണ്ണുകൾ തുടച്ച് ബാഗ് വെച്ചിട്ട് അവൻ്റെ പിന്നാലെയും. പുസ്തകം വായിച്ചു കൊണ്ടിരുന്നവൾ കാറ്റുപോലെ പാഞ്ഞു വന്ന് നെഞ്ചോട് ചേർത്തവനെ പകപ്പോടെ നോക്കി. നീ എന്തിനാ ഏട്ടനെ മറച്ചു വെച്ചത്? അവളുടെ നെറുകയിൽ ചുണ്ടു ചേർത്ത് ദേഷ്യത്തോടെയും വിഷമത്തോടെയും പറഞ്ഞപ്പോൾ അരുണിയുടെ മുഖത്തെ വല്ലായ്മയിലേക്കാണ് അവളുടെ കണ്ണുകൾ നീട്ടത്. എന്താ ഏട്ടാ? നീ മറച്ചു വെക്കണ്ട. എൻ്റെ സ്റ്റേഷൻ പരിധിക്കുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ അറിയില്ലെന്ന് കരുതിയോ നീ? ഞാനിന്ന് ഇവിടുന്ന് മാറിയുന്ന സമയം എൻ്റെ കുട്ടിയെ കൊല്ലാൻ നോക്കിയവളെ ജീവനോട് ഇനി പുറത്തു വിടില്ല ഞാൻ. വന്യമായി നിൽക്കുന്നവൻ്റെ മുഖം കണ്ട് അവൾ പെട്ടെന്ന് അവൻ്റെ കൈകളിൽ കൂട്ടിപ്പിടിച്ചു. നോക്കണ്ട, എൻ്റെ കാര്യത്തിൽ ഏട്ടന് സ്വാതന്ത്ര്യമുണ്ട്, അവകാശവും അധികാരവും ഉണ്ട്. പക്ഷേ ഇനിയും എനിക്ക് വേണ്ടി എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഏട്ടൻ ഇന്ന് ഒറ്റയ്ക്കല്ല. ഏട്ടൻ്റെ താലി ഏറ്റുവാങ്ങി ഏട്ടനോടൊപ്പം ഒരു ജീവിതം സ്വപ്നം കണ്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇവളെ കൂടി ഓർക്കണം. ഒറ്റമോളെ ഏട്ടനെ ഏൽപ്പിക്കുമ്പോൾ കൃഷ്ണനങ്കളും ആൻറ്റിയും എന്തുമാത്രം ആഗ്രഹിച്ചിരിക്കും അവളുടെ ഭാവി നന്നായിരിക്കാൻ. കൺമുന്നിൽ എൻ്റെ ജീവിതം തകർന്നത് ഏട്ടൻ കണ്ടതല്ലേ? നിയമപരമായി മാത്രം മുന്നോട്ട് പോയാൽ മതി. വിധു മറുപടിയൊന്നും പറയാതെ അവളെ നോക്കുക മാത്രം ചെയ്തിട്ട് ഇറങ്ങിപ്പോയി. അരുണി അവളെ കെട്ടിപ്പിടിച്ചു. പേടിച്ചു പോയടി. വിവരം അറിഞ്ഞതു മുതൽ ഏട്ടൻ ഭയങ്കര ദേഷ്യത്തിലും ടെൻഷനിലുമായിരുന്നു. ഇവിടെ എത്തി നിന്നെ കാണുന്നതുവരെ ആ മനസ്സ് പിടഞ്ഞത് ഞാൻ കണ്ടതാ. എന്നെ ഓർത്ത് നീ ഒരിക്കലും ആ മനുഷ്യനൊന്നും അകരരുത്. ചെറുപ്പം മുതലേ നിങ്ങളെ കണ്ടു വളർന്നവളല്ലേ ഞാൻ. അങ്ങനെയുള്ള എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൽ ഒരു ദേഷ്യമോ ഇഷ്ടക്കേടോ തോന്നില്ല. ഞാൻ നിൻ്റെ അരുണിയല്ലേടി. വിച്ചു കണ്ണു നിറച്ച് അവളുടെ ചുമലിൽ ചാഞ്ഞു. പുറത്തുനിന്ന് അവരുടെ സംസാരം കേട്ട് നിന്നവൻ കണ്ണു തുടച്ചുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോയി. വിധു നല്ലൊരു മുഹൂർത്തം നോക്കി കുറിപ്പടി കൊണ്ട് വിച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തു. എൻവലപ്പ് തുറന്നു നോക്കിയ വിച്ചു വിധുവിനെ കണ്ണു മിഴിച്ചു നോക്കി. നിന്റെ സമ്മതം ചോദിച്ചില്ല, പക്ഷെ നിന്റെ മനസ്സ് കാണാൻ ഏട്ടനോളം ആർക്ക് കഴിയും? കുറച്ച് ദിവസമായി നീ അനുഭവിക്കുന്ന സ്ട്രെസ്സ് എന്നോട് എങ്ങനെ കാര്യം അവതരിപ്പിക്കുമെന്ന് ആദി. സ്വാതിയെ ഓർത്തുള്ള ആലോചന മറ്റൊരറ്റത്ത്. നാളെ സ്വാതിയുടെ ആണ്ടാണ്. മുഹൂർത്തം വരുന്നത് അടുത്ത മാസം 15-ന്. കുടുംബക്ഷേത്രത്തിൽ വെച്ചൊരു താലികെട്ട്. നമ്മൾ 2 വീട്ടുകാരും ആദിയേട്ടനും അനുചേച്ചിയും ഉണ്ടാവും. പോരെ? വിധു അവളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. വിച്ചു വിധുവിനെ നോക്കി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. സങ്കടം കൊണ്ട് അവൾ വിതുമ്പിപ്പോയിരുന്നു. കരയാതെ മോളെ, സ്ത്രീക്ക് നിന്നെ ജീവന്. അവനൊരിക്കലും ആദർശാകാൻ കഴിയില്ല. പിന്നെ നിനക്ക് സ്നേഹിക്കാനും നിന്നെ സ്നേഹിക്കാനും ഇപ്പോൾ ഒരു കുരുന്നുകൂടിയുണ്ട്. ആരൂട്ടിന് അവന് നീ അമ്മ തന്നെയാണ്. ഏട്ടൻ്റെ കുട്ടി സന്തോഷമായി ജീവിക്ക്. ഏട്ടന് അത് മതി. അവളുടെ പിൻതലയിൽ തഴിയിക്കൊണ്ട് കണ്ണു തുടച്ചുകൊണ്ട് വിധു പറഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് അരുണി കൂടി കണ്ണുകളൊപ്പി. ആദർശ് ട്രാൻസ്ഫറിന് ശ്രമിച്ചെങ്കിലും അവന് കിട്ടിയില്ല. മായയും അച്ഛനെയും റിമാൻഡ് കാലാവധി കഴിഞ്ഞപ്പോൾ തന്നെ മായയുടെ ഭർത്താവ് സ്വത്ത് തട്ടിയെടുത്തതിനും കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരുന്നു. മായയുടെ അച്ഛനെ മാത്രം ജാമ്യത്തിൽ വിട്ടു. അവളുടെ ഭർത്താവിൻ്റെ പരാതി ഉറച്ചു നിന്നതിനാൽ കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തു. മാധവി ഇപ്പോൾ വിച്ചുവിനെ തിരികെ വിളിക്കാൻ പറഞ്ഞ് ആദർശിനെ ശല്യപ്പെടുത്തുകയാണ്. അവൻ്റെ മനസ്സിൽ ശ്രീയുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന വിച്ചുവിൻ്റെ ചിത്രമാണ്. അവളിന്ന് മറ്റൊരുവൻ്റെ പെണ്ണാണ്. നിയമപരമായി അവളിലുള്ള എല്ലാ ബന്ധവും എനിക്ക് നഷ്ടപ്പെട്ടു. അവളിപ്പോൾ എൻ്റെ ഭാര്യയല്ല, വെറും അന്യായ ഒരു പെൺകുട്ടി. അവൾ ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ തിരികെ വരില്ല. അവൾ പൂച്ചയും പട്ടിയും ഒന്നും അല്ലമ്മേ. തോന്നുമ്പോൾ വലിച്ചെറിയാനും പിന്നെ എടുത്തുകൊണ്ട് വരാനും. മാധവിയെ അമർത്തി നോക്കിക്കൊണ്ട് ആദർശ് പറഞ്ഞു. നെഞ്ചിപ്പോൾ പിടയ്ക്കുന്നത് ആരും അറിയുന്നില്ല. നഷ്ടപ്പെടുമ്പോഴേ ഏതൊരു വസ്തുവിൻ്റെയും മൂല്യം തിരിച്ചറിയൂ. നെടുവീർപ്പോടെ ഓർത്തുകൊണ്ട് ആദർശ് അവൻ്റെ ബെഡിൽ കിടന്നു. ഒരറ്റത്ത് അവളുടെ ഞരക്കങ്ങളും വേദനയും കണ്ണുനീരും കേൾക്കുന്നത് പോലെ. നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്താനാകുമോ? ഒരിക്കൽ കൂടി എൻ്റെ ജീവിതത്തിലേക്ക് വരുമോ നീ? ഇനി ഒരിക്കലും
നിന്നെ വേദനിപ്പിക്കാതെ നോക്കിക്കോളാം ഞാൻ. മറുവശത്ത് മറ്റൊരുവൻ്റെ നെഞ്ചിൽ കൂടിയിരിക്കുന്നവളെ ഓർത്ത് അവൻ പുഞ്ചിരി തൂകി. സ്വാതിയുടെ ചടങ്ങുകൾ കഴിഞ്ഞ് അവളുടെ കുഴിമാടത്തിനരികിൽ മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു ശ്രീ. ചുടലയിലേക്ക് വിതറിയ അരളിപ്പൂക്കളിലേക്കും നന്നായി കിളിർത്തു നിൽക്കുന്ന തെങ്ങിൻ തൈയിലേക്കും അവൻ നോക്കി. നിനക്ക് ഞാൻ ആരായിരുന്നുവെന്ന് എനിക്കറിയാം സ്വാതി. എൻ്റെ അച്ഛനും നിൻ്റെ അമ്മയും കുഞ്ഞിലേ നിനക്ക് വേണ്ടി പറഞ്ഞു വെച്ചൊരു കളിപ്പാട്ടമായിരുന്നു ഞാൻ. മറ്റൊരാളുടെ ഹൃദയം പറിച്ചെടുത്ത് അവളുടെ കണ്ണുനീർ വീഴ്ത്തി എന്നെ നിനക്ക് നൽകി. പിടിച്ചു വാങ്ങുന്നതൊന്നും നിലനിൽക്കുന്നെന്ന് എന്തേ നീ തിരിച്ചറിഞ്ഞില്ല? ബന്ധനങ്ങളിൽ ഞാൻ അസ്വസ്ഥനായപ്പോൾ നിനക്കറിയാമായിരുന്നില്ലേ എൻ്റെ നെഞ്ചിൽ മറ്റൊരുളാണെന്ന്, അവളുടെ ഉള്ളിൽ ഞാനുണ്ടെന്ന്? ഞങ്ങൾക്കിടയിൽ നീ കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ അവൾ മറ്റൊരുവൻ്റെ കാൽക്കീഴിൽ കിടന്ന് നരകിക്കില്ലായിരുന്നല്ലോ. എങ്കിലും നിന്നോട് സമ്മതം വാങ്ങി ഞാൻ അവളുടെ കഴുത്തിൽ താലി ചാർത്താൻ പോകുകയാണ്. നമ്മുടെ മോന് അവളാണിന്ന് അമ്മ. അവൻ കൊതിക്കുന്ന ജീവിതം ഞാൻ അവന് നൽകും. നിന്നെ ഞാൻ ഒരിക്കലും ചതിച്ചിട്ടില്ല. നിന്റെ ആത്മാവ് വേദനിക്കുന്നുണ്ടെങ്കിൽ മാപ്പ്. അവൾക്ക് നേരെ കൈകൂപ്പിക്കൊണ്ട് ശ്രീ എഴുന്നേറ്റു. ശാന്തമായിരുന്ന പ്രകൃതി അശാന്തിയും പേറി വന്ന് മന്ദമാരുതനെ സ്വീകരിച്ചു. ശ്രീ പുച്ഛത്തോടെ തിരിഞ്ഞു നോക്കി. ഞാനിത് പറയുമ്പോഴൊക്കെ നീ ഇങ്ങനെ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. നീ എന്തു വേണമെങ്കിലും കാണിച്ചോളൂ. ശ്രീക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. ശ്രീ അവിടുന്ന് നടന്നു പോകുമ്പോൾ ചുടലയിൽ കിടന്നിരുന്ന ഏതാനും ചില അരളിപ്പൂക്കൾ കാറ്റിൻ്റെ വേഗതയിൽ ദൂരേക്ക് പറന്നു വീണു. പച്ചക്കരയോടുകൂടിയ സെറ്റ് സാരിയായിരുന്നു വിച്ചു താലി കെട്ടിനൊടുത്ത് ഇറങ്ങിയത്. വിധു അവൾക്ക് വാടാമല്ലി കളർ പട്ടുസാരി എടുത്തു നൽകിയെങ്കിലും അവളത് വേണ്ടെന്ന് പറഞ്ഞു. അരുണിക്ക് നല്ല എതിർപ്പുണ്ടെങ്കിലും വിച്ചുവിൻ്റെ ഇഷ്ടം മതിയെന്ന് പറഞ്ഞ് വിധു അരുണിയെ നോക്കി. പച്ച കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടുമായിരുന്നു ശ്രീ ധരിച്ചത്. ആരൂഢനും കുഞ്ഞുമുണ്ടും പച്ച ഷർട്ടും. മധുരിമയും ശ്രീയും ആരൂഢനോടൊപ്പം അമ്പലത്തിലെത്തിച്ചേർന്നു. സ്വാതിയുടെ വീട്ടുകാർക്ക് സ്വാതി മരിച്ചിട്ട് 1 വർഷമായപ്പോൾ തന്നെ ശ്രീ വേറെ വിവാഹം കഴിക്കുന്നതിനോട് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ ശ്യാമ ശ്രീയെ വിളിച്ച് ആശംസകൾ അറിയിച്ചിരുന്നു. സ്വാതി കാരണം മുൻപ് ജീവിതം നഷ്ടപ്പെട്ട 2 പേരാണ് ശ്രീയും വിച്ചുവുമെന്ന് വിധി അവരെ കൂടുതൽ കൂട്ടിമുട്ടിപ്പിച്ചുവെന്നും ശ്യാമ മനസ്സിൽ പറഞ്ഞു. പിന്നീടൊരിക്കൽ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് വരാമെന്ന് അവൾ പറഞ്ഞു. സുധയുടെയും ശങ്കറിൻ്റെയും അനുഗ്രഹം വാങ്ങി വിച്ചു വിധുവിൻ്റെ കാൽ തൊട്ട് വണങ്ങി. വിധു കണ്ണു നിറയാതിരിക്കാൻ പാടുപെട്ടെങ്കിലും ഉറവ പൊട്ടി മിഴിനീർ പുറത്തേക്ക് വന്നു. നിങ്ങൾ കരഞ്ഞിനി അവളെ കൂടി കരയിപ്പിച്ച് വിടത്തുള്ളൂ. അരുണി സങ്കടം തികട്ടി വന്നെങ്കിലും വിധുവിനെ നോക്കി കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പറയുന്ന ആള് ഷട്ടർ തുറക്കാൻ കാത്തു നിൽക്കുമല്ലേ? വിധു കണ്ണു തുടച്ച് പറഞ്ഞപ്പോൾ അരുണി ചുണ്ടൊന്തി വിഞ്ചുവിനെ കെട്ടിപ്പിടിച്ചു. ഇനി ആരും കരയേണ്ട. അവൾ പോകുന്നതേ അന്യ വീട്ടിലേക്കൊന്നുമല്ല, അവളുടെ പ്രാണൻ്റെ അടുത്തേക്കാ, അവളുടെ ആരൂട്ടൻ്റെ അടുത്ത്. എൻ്റെ വിച്ചു ഇനി നന്നായി ജീവിക്കും, അതെനിക്ക് ഉറപ്പാ. അരുണി കരഞ്ഞുകൊണ്ട് വിച്ചുവിനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞപ്പോൾ ശങ്കരനും സുധയും കണ്ണുകളൊപ്പി അവരെ നോക്കി. ആദിയും അനുവും നേരെ അമ്പലത്തിലേക്കാണ് പോയത്. വിധുവിൻ്റെ കൈ പിടിച്ച് അമ്പലത്തിലേക്ക് വരുന്ന വിച്ചുവിനെ ശ്രീ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ചമയങ്ങൾ ഏതുമില്ലാതെ തന്നെ അവൾ സുന്ദരിയായിരുന്നു. ആരൂട്ടൻ അവൻ്റെ അമ്മയെ കണ്ടതും വിടർന്ന കണ്ണുകളോടെ നോക്കി കൈ തീട്ടി. 3 പേരും തൊഴുതു വന്നപ്പോൾ മുഹൂർത്തത്തിനുള്ള സമയമായിരുന്നു. ആദിയുടെ കാൽ തൊട്ട് വണങ്ങിയപ്പോൾ ആദി വിച്ചുവിൻ്റെ കയ്യിൽ ഒരു വളയിട്ട് കൊടുത്തു. എൻ്റെ അനിയത്തിക്കുട്ടിക്ക് ഏട്ടൻ്റെ ചെറിയൊരു സമ്മാനം. ആദി അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞപ്പോൾ വിച്ചു നിറഞ്ഞ മനസ്സോടെ അവനെ നോക്കി. അനുവിൻ്റെ അനുഗ്രഹവും വാങ്ങി ശ്രീകോവിലിന് മുൻപിൽ വെച്ച് ശ്രീയുടെ ഇടതുവശത്തായി നിന്നു വിച്ചു. ആരൂട്ടൻ വിധുവിൻ്റെ കൈക്കുള്ളിലിരുന്ന് കാഴ്ചകൾ ഓരോന്നും കൗതുകത്തോടെ നോക്കി. മുഹൂർത്തമായതും പൂജാരി നൽകിയ താലിമാല കയ്യിലെടുത്ത് ശ്രീ വിച്ചുവിനെ നോക്കി. അതൊരു അനുവാദം ചോദിക്കലായിരുന്നു. വിച്ചു കണ്ണടച്ച് കൈകൂപ്പി നിന്നതും ശ്രീ താലിമാല അവളുടെ കഴുത്തിൽ ചാർത്തി. ഇണയാവണം, തുണയാവണം, പ്രാണൻ്റെ പാതിയാക്കണം, സുഖത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടാകണം. പൂജാരി അവൾക്ക് പറഞ്ഞു കൊടുത്ത വാക്കുകളായിരുന്നു അവ. സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തുമ്പോൾ ഓർമ്മകൾ പിന്നിലേക്ക് വലിച്ചിരുന്നു ഇരുവരുടെയും മനസ്സുകളെ. അന്ന് നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നുവെങ്കിൽ ഇന്ന് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ. അന്ന് ഹൃദയം കൊണ്ട് പ്രണയം പങ്കുവെച്ചവർ ആയിരുന്നു എങ്കിൽ ഇന്ന് ആ ഹൃദയം നിറയെ മുറിവുകളാണ്. ആ മുറിവുകൾ വീണ്ടും ഒരു പ്രണയകാലത്തിലൂടെ മായ്ക്കപ്പെടട്ടെ. വരണമാല്യം ചാർത്തിയപ്പോൾ ശങ്കരൻ വിച്ചുവിൻ്റെ കൈ ശ്രീയുടെ കൈക്കുള്ളിലേക്ക് വെച്ചു കൊടുത്തു.
പിടഞ്ഞു പോയൊരു പിതൃഹൃദയം വീണ്ടും ഒരിക്കൽ കൂടി അപേക്ഷിച്ചു. സ്ത്രീയുടെ കണ്ണുകൾ ആ ഉറപ്പ് നൽകിയിരുന്നു, എന്തൊക്കെ സംഭവിച്ചാലും കൈവിടില്ല എന്ന്. വലം വെച്ച് വന്നയുടനെ തന്നെ അവരെല്ലാവരും സ്ത്രീയുടെ വീട്ടിലേക്ക് തിരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. 20 പേർക്കുള്ള ഊണ് കാറ്ററിംഗ് ടീം അവൻ്റെ വീട്ടിൽ എത്തിച്ചിരുന്നു. നേരത്തെ തന്നെ തൊട്ടടുത്ത 2 വീട്ടുകാരെ കൂടി ക്ഷണിച്ചിരുന്നു. കെട്ടുകഴിഞ്ഞ് വരുമ്പോൾ എത്തിക്കോളാമെന്ന് അവർ പറഞ്ഞു. ശ്രീയുടെ കാർ ഓടിച്ചത് ആദിയാണ്. അനു മുൻപിലിരിക്കുമ്പോൾ വിച്ചുവിൻ്റെ മടിയിലായിരുന്നു ആരൂട്ടൻ ഇരുന്നത്. അവളുടെ നെഞ്ചോട് ചേർന്നിരുന്ന് അവൻ ഉറക്കം പിടിച്ചു. വിധുവിൻ്റെ കാറിൽ ശങ്കരനും സുധയും മധുരിമയും കയറി. ശ്രീ ഇടയ്ക്കിടയ്ക്ക് വിച്ചുവിനെ നോക്കുമ്പോൾ മറ്റെന്തോ ചിന്തകളിലാണ് അവൾ കണ്ണും നട്ടിരിക്കുന്നതെന്ന് അവന് തോന്നി. വിവാഹ ജീവിതത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിൽ കൂടി കടന്നുപോയവളാണ്. എത്രയൊക്കെ ശ്രമിച്ചാലും വീണ്ടും ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് അവൾക്ക് ആശങ്കയും ഭയവും ഉണ്ടാകും. അവൻ മനസ്സിലോർത്തു. മധുരിമയുടെ കയ്യിൽ നിന്നും നിലവിളക്ക് വാങ്ങി വിച്ചു ശ്രീയുടെ വീട്ടിലേക്ക് വലതുകാൽ വയ്ക്കുമ്പോൾ ഓർമ്മകൾ ഒരിക്കൽ കൂടി പിന്നിലേക്ക് പോയി. തല കുടഞ്ഞുകൊണ്ട് അവയെ അവഗണിച്ച് വിട്ടുകൊണ്ട് വിച്ചു വിളക്ക് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. നാട്ടുകാർക്ക് പുതിയ വാർത്ത കിട്ടിയ സന്തോഷത്തിലായിരുന്നു. നാടടക്കം അച്ചടിച്ചു വിട്ടിരുന്നു ശ്രീയുടെ വിവാഹ വാർത്ത. അതിൽ ചിലർ ഇങ്ങനെയും പറഞ്ഞു: ഭാര്യ മരിച്ച് ചുടലയിലെ മണ്ണ് പോലും ഉണങ്ങിയിട്ടില്ല, അതിനിടയ്ക്ക് വേറെ കിട്ടിയത് കണ്ടില്ലേ? ഒരു സ്ത്രീ പറഞ്ഞുകൊണ്ട് മൂക്കത്ത് വിരൽ വെക്കുമ്പോൾ മറ്റൊരു അപവാദം കൂടി അവൻ്റെ മേലേക്ക് വീണു. ഇവർ നേരത്തെ സ്നേഹിച്ചവരാണെന്നാണ് പറച്ചില്. ഇനി ഇവൻ തന്നെ ആ പെണ്ണിനെ കൊന്നതാണെന്ന് എൻ്റെ സംശയം. വാ മൂടിക്കെട്ടാനാകാത്ത മനുഷ്യൻ്റെ വായിൽ നിന്നും ഇതും ഇതിൻ്റെ അപ്പുറവും കേൾക്കും. മധുരിമ തന്നെ അവർക്ക് പാലും പഴവും നൽകി. 2 പേർക്കും ഇതൊന്നും വേണ്ടെന്ന അഭിപ്രായമാണെന്ന് അമ്മയ്ക്കറിയാം. പക്ഷേ ചടങ്ങുകൾ ഇതുപോലെ നടക്കട്ടെ. ജീവിക്കേണ്ടത് നിങ്ങളാണ്. അതിന് ഇന്നത്തെ ദിവസം എല്ലാ പ്രാധാന്യത്തോടും കൂടി മുന്നോട്ട് പോട്ടെ. മധുരിമ 2 പേരെയും ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ടിരുന്നു. ആദിയും വിധുവും അരുണിയും സുധയും കൂടി സദ്യ വിളമ്പി. ആരൂട്ടിനെയും മടിയിലിരുത്തി വിച്ചു അവന് വാരിക്കൊടുത്ത് കഴിച്ചു. ഇനി എന്നും അമ്മ കൂടെയുണ്ടെന്ന വിശ്വാസത്തിൽ അവൾ കൊടുക്കുന്നതെല്ലാം അവൻ അനുസരണയോടെ കഴിച്ചു. ആരൂട്ടിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുന്ന വിച്ചുവിനെ എല്ലാവരും നോക്കിയിരുന്നു പോയി. അനുവിൻ്റെ തളർച്ചയ്ക്കുള്ള യഥാർത്ഥ കാരണം ആദ്യം തന്നെ നാണത്തോടെ പറഞ്ഞപ്പോൾ മറ്റൊരു സന്തോഷം കൂടി അന്ന് അവർക്ക് കിട്ടി. അനുവിന് കുറച്ച് ദിവസമായ തളർച്ചയുള്ളതിനാൽ ആദി വരുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു. ആദി അച്ഛനാകാൻ പോകുന്നു എന്ന വാർത്ത കേട്ടതും സന്തോഷം കൊണ്ട് അവൻ കരഞ്ഞു പോയിരുന്നു. അനുവിനെ ഉമ്മ വെച്ചും തലോടിയും അമ്മമാർ അടുത്തു കൂടിയപ്പോൾ അരുണി വിധുവിനെ പുച്ഛത്തോടെ ചുണ്ടുകൊട്ടി. ശരിയാക്കി തരാമെന്ന് വിച്ച് ചുണ്ട് കടിച്ചു പറഞ്ഞപ്പോൾ അരുണി വിളറി വെളുത്ത് ചമ്മി നിന്നു. വിധു ഇറങ്ങാൻ നേരം വിച്ചുവിനെ നെഞ്ചോട് ചേർത്ത് നെറുകയിൽ മുത്തി. ശ്രീക്ക് അവൻ്റെ ഒരു നോട്ടവും നൽകി. കൈവിടില്ലേ എന്നതുപോലെ വിധുവിൻ്റെ കണ്ണുകൾ പറഞ്ഞപ്പോൾ വിച്ചുവിൻ്റെ കയ്യിൽ കൈ കോർത്ത് പിടിച്ച് ശ്രീ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഉറങ്ങിപ്പോയ ആരൂട്ടിനെയും കൊണ്ട് റൂമിലേക്ക് വന്നതാണ് വിച്ചു. ശ്രീ കൂടി കയറി വന്നപ്പോൾ അവൾ പരിഭ്രമത്തോടെ നോക്കി. ഇതുവരെ ഉള്ളതുപോലെയല്ല, ഇനി ഒരുമിച്ച് ഒരു മുറിയിലാണ് കഴിയേണ്ടതെന്ന് ഓർത്തപ്പോൾ അവൾ പരിഭ്രമത്തോടെ അവനെ നോക്കി. ശ്രീ വാർഡ്രോബ് തുറന്ന് അവളെ നോക്കി. ഡ്രസ്സെല്ലാം ഇതിലുണ്ട്, പിന്നെ ആവശ്യമുള്ളതൊക്കെ വാങ്ങിയിട്ടുമുണ്ട്. ബ്രഷും പേസ്റ്റും വാഷ്റൂമിലുണ്ട്. പിന്നെ ഓരോന്ന് അവൾക്ക് എവിടെയാണെന്നൊക്കെ വെപ്രാളത്തിൽ അവൻ പറയുന്നത് കേട്ട് വിച്ചു അവനെ കൈകെട്ടി നോക്കി നിന്നു.